students, welcome back to Bosco Campus Vision. In the previous session, we discussed about holding period return and spot interest rate. So now we are moving on to the next method of valuation of bond, that is yield to maturity. So in the previous sessions, we have already discussed some methods of bond valuation, that is current yield, nominal yield, holding period return and spot interest rate. So the next method is yield to maturity. It is the most widely used measure of return on bonds, and it may be defined as the compounded rate of return an investor is expected to receive from a bond purchased at the current market price and held to maturity. So as I said earlier, yield to maturity or YTM is the most widely used measure of return on bonds. സോ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയതും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മെഷറാണ് yield ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഒരു ഇൻവെസ്റ്റർ ഒരു ബോണ്ട് പർച്ചേസ് ചെയ്ത് അത് മെച്യൂരിറ്റി പീരീഡ് വരെ ഹോൾഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ, അതാണ് yield ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. സോ ഒരു ബോണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ദാറ്റ് മേ ബി 1 years, 2 years, 5 years ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ്. സോ പർച്ചേസ് ചെയ്ത് ആ ഒരു മെച്യൂരിറ്റി പീരീഡ് വരെ ആ ബോണ്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻവെസ്റ്ററിന് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ yield ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. And the YTM depends upon the cash outflow, that is the cost or current market price of the bond, as well as cash inflow from the bond, namely the future interest payments and the terminal principal repayment. സോ yield ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോയിലും ക്യാഷ് ഇൻഫ്ലോയിലും ഡിപ്പെൻഡ് ചെയ്യും. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ബോണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രൈസ്, ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. എന്നാൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും മെച്യൂരിറ്റി ടൈമിൽ റീപേ ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ ഈ ക്യാഷ് ഇൻഫ്ലോ ആണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ റിട്ടേൺ അല്ലെങ്കിൽ yield എന്ന് പറയുന്നത്. സോ yield ടു മെച്യൂരിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് ദ ക്യാഷ് ഔട്ട്ഫ്ലോ ആസ് വെൽ ആസ് ദ ക്യാഷ് ഇൻഫ്ലോ ഫ്രം ദ ബോണ്ട്. Next we will look into some of the assumptions on the basis of which the yield to maturity is calculated. സോ ഇത് ജസ്റ്റ് അസംഷൻസ് ആണ്. റിയൽ സെൻസിൽ നടക്കോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. പക്ഷേ പല തിയറീസിലും നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് പോലെ സർട്ടൻ അസംഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ YTM കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് അസംഷൻസ് ഇൻക്ലൂഡ്: there should not be any default, the coupon and the principal amount should be paid as per the schedule. സോ പേയ്മെൻറ്റ് ഡിഫോൾട്ട് ഒന്നും തന്നെ വരുത്താൻ പാടില്ല. കൂപ്പൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ പ്രിൻസിപ്പൽ എമൗണ്ടോ എല്ലാം കറക്റ്റ് ഷെഡ്യൂളിൽ തന്നെ പേ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഹോൾഡ് ദ ബോണ്ട് ടിൽ ദ മെച്യൂരിറ്റി. ഇൻവെസ്റ്റർ മെച്യൂരിറ്റി പീരീഡ് വരെ ബോണ്ട് ഹോൾഡ് ചെയ്യും എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ yield ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾ കൂപ്പൺ പേയ്മെൻറ്റ്സ് ഷുഡ് ബി റീഇൻവെസ്റ്റഡ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആസ് ദ YTM ഓഫ് ദ ബോണ്ട്. സോ ആ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം. അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ ആ ബോണ്ടിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ലാസ്റ്റ് അസംഷൻ പറയുന്നത്. So these are certain assumptions on the basis of which the yield to maturity is calculated. So next we will look into the methods for calculating YTM. There are mainly two methods for calculating yield to maturity. The first one is formula method and the second one is trial and error method. സോ മെയിൻലി രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്താണ് yield ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമുല മെത്തേഡും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡും. സോ ഫോർമുല മെത്തേഡ് വഴി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടില്ല. കറക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. സോ ഫോർമുല മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കൂടുതൽ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു yield ടു മെച്യൂരിറ്റി വാല്യൂ കിട്ടുകയുള്ളൂ. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് സെഷൻ വി വിൽ ലുക്ക് ഇൻ ടു ദ കാൽക്കുലേഷൻ യൂസിങ് ഫോർമുല മെത്തേഡ്. സോ അണ്ടർ ഫോർമുല മെത്തേഡ് YTM is equal to I plus MV minus CP divided by N the whole divided by MV plus CP divided by 2. സോ ഇവിടെ I എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ആനുവൽ ഇൻട്രസ്റ്റ് ആണ്.
ആനുവൽ ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഐ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എം വി എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ആണ്. മെച്യൂരിറ്റി ടൈമിൽ റീപേ ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിനെയാണ് നമ്മൾ എം വി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സി പി എന്ന് പറയുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ട്. ബോണ്ട് പർച്ചേസ് ചെയ്യുന്ന പ്രൈസാണ് സി പി ആയിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് എൻ എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് പീരിയഡ് ടിൽ മെച്യൂരിറ്റി. നമുക്കറിയാം എന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് യൂസ് ചെയ്യുന്നത്. സോ ഫോർമുല കാണുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും കമ്പാരിറ്റീവ്ലി ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. So for the further clarification of the formula method, we will look into an example. An investor purchased a bond of ₹1,000 for ₹900. The interest rate is 15% and will mature in 5 years. Calculate the YTM using formula method. സോ ഒരു ഇൻവെസ്റ്റർ 1000 രൂപ വിലയുള്ളൊരു ബോണ്ട് 900 റുപ്പീസിന് പർച്ചേസ് ചെയ്തു. 15% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, മെച്യൂരിറ്റി 5 ഇയേഴ്സും. സോ ഇവിടുത്തെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിലാണ് തന്നിരിക്കുന്നത്, അതായത് 15% ആണ്. സോ അത് നമുക്ക് കൂപ്പൺ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ 1000 റുപ്പീസിൻ്റെ 15% എന്ന് പറയുമ്പോൾ 15 × 1000 ഡിവൈഡ് ബൈ 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 150 റുപ്പീസ്. സോ ആനുവൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ എന്ന് പറയുന്നത് 150 റുപ്പീസ് ആണ്. നെക്സ്റ്റ് സി പി, അതായത് ബോണ്ട് പർച്ചേസ് ചെയ്യുന്ന പ്രൈസാണ് 900 റുപ്പീസ് ആണ് ഇവിടുത്തെ സി പി എന്ന് പറയുന്നത്. അതുപോലെ എൻ, ഹോൾഡിംഗ് പീരിയഡ് ടിൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. സോ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. ഐ പ്ലസ് എം വി മൈനസ് സി പി ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എം വി പ്ലസ് സി പി ഡിവൈഡഡ് ബൈ 2. സോ ഈ ഫോർമുലയിലേക്ക് നമ്മുടെ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ 150 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 150 പ്ലസ് എം വി ആയ 1000 മൈനസ് സി പി ആയ 900 ഡിവൈഡഡ് ബൈ മെച്യൂരിറ്റി പീരീഡ് ആയ 5 ഇയേഴ്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എം വി ആയ 1000 പ്ലസ് സി പി ആയ 900 ഡിവൈഡഡ് ബൈ 2. സോ ന്യൂമറേറ്ററിലെ 1000 മൈനസ് 900 എന്ന് പറയുമ്പോൾ 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 20 ആണ്. സോ 150 പ്ലസ് 20 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 900 എന്ന് പറയുന്നത് 1900 ആണ്. അത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 950 കിട്ടും. സോ ആ സ്റ്റെപ്പ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 170 ഡിവൈഡഡ് ബൈ 950 എന്ന് കിട്ടും. സോ 170 ഡിവൈഡഡ് ബൈ 950 എന്ന് പറയുന്നത് 0.1789 ആണ്. സോ ഈൽഡ് ടു മെച്യൂരിറ്റി നമ്മളെപ്പോഴും പെർസെൻറ്റേജ് റേറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 0.1789 ഇൻറ്റു 100 ചെയ്യും. ദാറ്റ് ഇസ് ഈക്വൽ ടു 17.89%. സോ 17.89% ആണ് നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. സോ ഈ ഫോർമുല മെത്തേഡ് വഴി കിട്ടിയ 17.89% എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ്. സോ ഫോർമുല മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള YTM കാൽക്കുലേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ കാൽക്കുലേഷൻ ഓഫ് YTM യൂസിങ് ദ ഫോർമുല മെത്തേഡ്. So here is an assignment question. An investor purchased a bond of ₹1,000 for ₹800. The interest rate is 10% and will mature in 10 years. Calculate the approximate YTM. So please work it out. So in this session we discussed about yield to maturity and the calculation of approximate yield to maturity using the formula method. Hope all are clear with the topic. Thank you.